നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ, സൽക്കർമ്മങ്ങൾ, അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ, ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ അതിനെ അള്ളാഹു കബൂലാക്കും, പ്രതിഫലം തരും. ഇരട്ടി 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 പ്രതിഫലം തരും. നേരെ മറിച്ചാണെങ്കിലോ നാളെ പരലോകത്ത് അതിന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല, ഒരു തൂക്കം ഉണ്ടാവുകയില്ല. ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹു തന്ന എത്ര വലിയ നിഅമത്താണ്. നമുക്ക് നിസ്കരിക്കാം. എന്തിനു വേണ്ടി? കൂലി കിട്ടാൻ വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി, പാപമോചനം കിട്ടാൻ വേണ്ടി. അതിലുപരി എനിക്ക് നിങ്ങൾക്കൊരു വേദനയും വിഷമവും വരുമ്പോൾ നമുക്ക് വേഗം മുസല്ല വിരിക്കാം, നിസ്കരിക്കാം, സുജൂദിൽ കിടക്കാം, ദുആ ചെയ്യാം. ഇത് എത്ര വലിയ സമ്പാദ്യം, ഇത് എത്ര വലിയ ആയുധമായത്. നമ്മൾ നോമ്പെടുക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആഖിറത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് സദഖ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തന്നില്ലേ? അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ഔദാര്യമല്ലേ ഈ സദഖ ചെയ്യാനുള്ള തൗഫീഖ് എന്ന് പറയുന്നത്. എങ്ങാനും നമ്മളുടെ സദഖ സ്വീകരിക്കാൻ ഇവിടെ ആളുകളില്ലാത്ത ഒരു കാലഘട്ടം വന്നാൽ എന്താവും എന്ന് ഞാൻ ഇന്ന് കാമ്പസാറിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പം നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ, ഒരു കാലത്ത് നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ ആദ്യം അത്ഭുതം കൂറി. പക്ഷെ ചില്ലറ കാലങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സഹാബാക്കളിൽ തന്നെ പെട്ട പല ആളുകളും അവരുടെ സക്കാത്തിൻ്റെയും സദഖയുടെയും മുതൽ തലയിൽ വെച്ചുകൊണ്ട് വാങ്ങാൻ ആളില്ലാതെ കറങ്ങി നടന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ചരിത്രമാണിത് പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി കൊടുക്കുമോ അതിനനുസരിച്ചിട്ട് നമുക്ക് അള്ളാഹു തരും, ഒരു സംശയവും വേണ്ട. എൻ്റെ ഉപ്പ പറയുന്നത് പോലെ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്നറിയോ? എന്നാൽ പിന്നെ പടച്ചോനെ ആദ്യം നീ ഇങ്ങി താ, പിന്നെ ഞാൻ കൊടുക്കാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ മാനസിക എന്തിനാ അത്? ഞാൻ കൊടുത്തിട്ട് പിന്നെ നീ തരാൻ കാത്തിക്കുന്നത്? നീ പടച്ചോനല്ലേ, അതുകൊണ്ട് ആദ്യം നീ ഇങ്ങി താ, പിന്നെ ഞാൻ അങ്ങ് തരാം അങ്ങ് പറയാം. നമ്മളിപ്പോൾ എപ്പോഴും നമ്മളെ വിളിച്ചിട്ട് പറയാറുണ്ട്. അതല്ല, നീ കൊടുക്കണം, കൊടുക്കുന്നതിനനുസരിച്ച് പടച്ചോൻ തരും. എങ്ങനാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, എങ്ങനാണോ നമ്മൾ പെരുമാറുന്നത്, അതിനനുസരിച്ചിട്ട് അള്ളാഹു നമ്മളോട് പെരുമാറും, നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സദഖ കൊടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് നിസ്കരിക്കുന്നത്? എനിക്ക് വേദന ഉണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ സുജൂദ് ചെയ്തിട്ട് എൻ്റെ റബ്ബിനോട് സഹായം തേടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ, എനിക്ക് വേദനയും വിഷമവും പ്രയാസവും ഒക്കെ വരുമ്പോൾ അതിനെ ചികിത്സിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ ഞാൻ സദഖ കൊടുക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ മശായിഖന്മാരിൽപ്പെട്ട, ഉസ്താദന്മാരിൽപ്പെട്ട ഒരു മഹാത്മാവ് ഈ അടുത്ത സമയത്ത് വഫാത്തായി. അദ്ദേഹത്തിൻ്റെ ഒരനുഭവം ഞങ്ങളൊക്കെ നേരിട്ട് അറിയുന്നവരാ. ബിൽഡിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്ങിൻ്റെ പണി. അതിൽ വലിയ 1-2 കോംപ്ലിക്കേഷൻസ് വന്നു. നട്ടുച്ച സമയം പണിക്കാരെല്ലാം വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ചില പ്രശ്നം, ടെക്നിക്കൽ പ്രോബ്ലംസ് നമ്മൾ പറയുന്നില്ല, ടെക്നിക്കൽ പ്രോബ്ലംസ്. നട്ടുച്ച സമയത്ത് ഇത്രയും പണിക്കാർ നിന്ന് വലയുന്നു. അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റ് വരുന്നു, വലിയ വലിയ മേസ്ത്രിമാർ വരുന്നു, പല ആളുകളും വരുന്നു. എങ്ങും ഒന്നും എത്തുന്നില്ല, ഒരു തുമ്പില്ല. പടച്ചോനെ എന്താവും, പടച്ചോനെ എന്താവും. എല്ലാവർക്കും വെപ്രാളാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഷേഖ് അവറുകളുടെ ബുദ്ധിയിൽ ഒരു കാര്യം, നമ്മളത് സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കുക, പെട്ടെന്ന് എത്ര ആളുകളുണ്ട് മൊത്തത്തിൽ പണിക്കാരൊക്കെ എണ്ണി നോക്കി. ശരി, എല്ലാവർക്കും കണക്കാക്കിയിട്ട് നല്ല മുന്തിയ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട, കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊണ്ട, ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നു, കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊണ്ടു. എല്ലാവരും തൽക്കാലം അവിടെ ഇരിക്കുക, ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കുടിക്കുക, സമാധാനപ്പെടും. അദ്ദേഹമോ ഒരു തസ്ബീഹ് മാലയും എടുത്ത് ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഇങ്ങനെ എന്തോ കുച്ച് പറയുകയും ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പം പെട്ടെന്ന് ആരുടെയോ തലയിൽ, ബുദ്ധിയിൽ എന്തോ ഒരു നല്ല കാര്യം ഉദിക്കുകയും പ്രശ്നങ്ങളൊക്കെ മെല്ലെ പരിഹരിക്കുകയും ചെയ്തു. അപ്പോൾ ശിഷ്യന്മാർ അഴിയിൽ ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്ത് ട്രിക്കാണ്? നമ്മൾ സാധാരണ എന്താ വിചാരിക്കൽ? പണിക്കാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അവരെ സോപ്പിടാൻ വേണ്ടി, അവരെ കൂൾ ഡൗൺ ആക്കാൻ വേണ്ടി അവർക്ക് ഐസ്ക്രീം കൊടുക്കുന്നു എന്നാണല്ലോ. അതല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും നമ്മളാൽ തീർത്താൽ തീരാത്തൊരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പെട്ടെന്ന് ചെറിയൊരു സദഖ കൊടുക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, അധികമായി ഇസ്തിഗ്ഫാർ പറയണം, അധികമായി സലാത്ത് പറയണം. അള്ളാഹു പ്രശ്നങ്ങൾ മാറ്റിത്തരും. ഇത് ഞാൻ പ്രസംഗിച്ചാൽ പോരാല്ലോ. എനിക്ക് പെട്ടെന്ന് തോന്നി, ഇവിടെ ഏറ്റവും എഫക്റ്റ് ആവുന്നത് ഈ നട്ടുച്ചയ്ക്ക് പണിയെടുത്തിട്ടും എങ്ങും എത്തുന്നില്ല, ക്ഷീണം ബാധിച്ച് നിൽക്കുന്ന ഈ സാധുക്കൾക്ക് നല്ല തണുത്ത വെള്ളവും നല്ല ഐസ്ക്രീമും വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു സദഖ വേറെയില്ല. ഞാൻ ആ സദഖയുടെ നിയ്യത്തിൽ അത് ചെയ്തു, അള്ളാഹുവിനോട് തിരിഞ്ഞിരുന്ന് ഇസ്തിഗ്ഫാറും ദുആയും ചെയ്തു. അള്ളാഹു പ്രശ്നം പരിഹരിച്ചു തന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരീക്ഷിക്കണം.
പരീക്ഷിക്കല്ല, ചെയ്യണം. തീർച്ചയായും കുടുംബ പ്രശ്നങ്ങളിൽ, കച്ചവട പ്രശ്നങ്ങളിൽ, എല്ലാ പ്രശ്നങ്ങളിലും നമ്മളുടെ സദഖകൾ ഫലം കാണും പ്രിയപ്പെട്ടവർ. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഞങ്ങളുടെയൊക്കെ സമപ്രക്കാരനായ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറയും, ഞാനിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ ഒരു പ്രയോഗം നടത്തി. ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഒരു സാഹസികമായൊരു ടൂർ പോയി. ടൂർ ഇങ്ങനെ മലയിടുക്കിലൂടെ വളരെ കോംപ്ലിക്കേറ്റഡായി വാഹനം സ്വന്തമായി ഡ്രൈവ് ചെയ്ത്, ഫാമിലിയെല്ലാം ഉണ്ട്, ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകും. ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ സ്ഥലമില്ല. പക്ഷേ അങ്ങനത്തെ സാഹസികമായ യാത്രയിലാണല്ലോ നമുക്കൊക്കെ താല്പര്യം. അഡ്വഞ്ചർ സോൺ എന്നാണല്ലോ അതിന് പറയുക. അതൊരു ഭയങ്കര രസമാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഭാര്യയും മക്കളെയൊക്കെ കൊണ്ട് ഇങ്ങനെ പോയി ഏകദേശം അതിൻ്റെ ഉത്തുംഗതയിലെത്തിയപ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ സംഭവം നടന്നു. റോഡ് ഫുൾ ബ്ലോക്കായി. വണ്ടി മേലോട്ടുമില്ല താഴോട്ടുമില്ല. എന്തു ചെയ്യും? മേലോട്ടും താഴോട്ടും പോകാൻ ഇനി നിർവാഹമില്ല. ഇനി ഹെലികോപ്റ്റർ വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തല്ലാതെ വേറെ മാർഗ്ഗമില്ല. പക്ഷെ നമ്മുടെ ഭാര്യ മക്കളോടൊപ്പം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? അദ്ദേഹം പറയാം, എനിക്ക് പെട്ടെന്ന് ശേഖ് അവറുകളുടെ അന്നത്തെ ഒരു അമൽ ഓർമ്മ വന്നു. ഞാൻ നോക്കുമ്പോൾ സൈഡിലൂടെ, മലയാളിക്കൊരു പ്രത്യേകതയാണ്, മലയാളിയല്ല ഇത്, മലയാള നാട്ടിലല്ല, വേറൊരു നാട്ടില്ല, എന്തായിരുന്നാലും ഇന്ത്യക്കാരനൊരു പ്രത്യേകതയുണ്ട്. എവിടെയാണോ ആളുകൾ കൂടുന്നത്, എവിടെയാണോ ആളുകൾ കുടുങ്ങുന്നത്, അത് ചൂഷണം ചെയ്തിട്ട് കച്ചവടം ചെയ്ത് ചില്ലറ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണയാണല്ലോ. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ബ്ലോക്കിൻ്റെ ഇടയിൽ ഏതോ ഒരു സാധുവായ ചെക്കൻ അവൻ്റെ തലയിൽ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു. മുട്ട അണ്ടാന്ന് പറഞ്ഞ് വിൽക്കുക. അദ്ദേഹം പറയാം, എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഐഡിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ഐഡിയ ആണ് കേട്ടോ, പടച്ചവൻ്റെ റസൂലിൻ്റെയും മാർഗത്തിലാണ്. അദ്ദേഹം പറയാം, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. ഞാൻ ആ ചെറുപ്പക്കാരെ പയ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, മൊത്തം എത്ര മുട്ടയുണ്ട് നിൻ്റെ കയ്യിൽ? ഇത്രയുണ്ട്. അതിന് എത്ര പൈസ വേണം? ഇത്ര പൈസ. അവൻ ആവശ്യപ്പെട്ട പൈസയേക്കാൾ കുറച്ച് അധികം കൊടുത്തിട്ട് ഞാൻ ആ മുട്ട വാങ്ങി വാഹനത്തിൽ നിന്നിറങ്ങി. ഈ കുടുങ്ങിക്കിടക്കുന്ന ടെൻഷനാണല്ലോ എല്ലാവർക്കും, ഭാര്യയും മക്കളും ഒക്കെ വന്നിങ്ങനെ കുടുങ്ങിക്കിടക്കുകയല്ലേ, അടുത്തടുത്ത് കിടക്കുന്ന വാഹനങ്ങളിലെല്ലാം പോയി എൻ്റെ വകയായി ഞാൻ ഈ സദഖയുടെ നിയ്യത്തിൽ എല്ലാവർക്കും മുട്ട കൊടുത്തു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ക്വാക്കി എന്നുള്ള സൗണ്ടാക്കിയിട്ട് പോലീസും പട്ടാളവും ആംബുലൻസും ഒക്കെ വന്നു. എന്നിട്ട് ഏതോ തരത്തിൽ ഈ കുടുക്കങ്ങ് മാറ്റി. അൽഹംദുലില്ലാ, ഞങ്ങളങ്ങ് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സദഖകൾക്ക്, ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു തആല പരലോകത്ത് പ്രതിഫലം തരും. അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ പടച്ചവൻ എത്ര കാരുണ്യവാനാണ്. നമ്മളുടേതായ ചെറിയ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദ്വാരക്കാൻ അള്ളാഹു ഇതിനെ വഴിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഒരമലുകളും ഒരിക്കലും പാഴാവൂല എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം ചിലപ്പോൾ ഇവിടെ തന്നെ അല്ലാഹു തആല അതിനേക്കാൾ ഇരട്ടി നമുക്ക് തിരിച്ചു തരും. സഹബാക്കളായ മഹാന്മാരുടെ ജീവിതത്തിൽ 10,000-കണക്കിന് അനുഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരു വീട് പട്ടിണി കൊണ്ട് കൊടുമ്പിരിക്കൊള്ളുന്ന വീട്, നിവൃത്തികേടിൻ്റെ ചരിത്രം സൃഷ്ടിച്ച വീട്. ആ വീട്ടിൻ്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ പട്ടിണി കിടക്കുന്ന സമയത്ത് അവരുടെ വാതിൽ മുട്ടി. ആരാന്ന് തുറന്നു നോക്കിയപ്പോൾ അയൽവാസിയായ ഒരു ആളാണ്. അവരുടെ കയ്യിൽ തളികൽ എന്തോ ഒരു സാധനമുണ്ട്. ആ സാധനം ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹദിയ കൊണ്ടുവന്നതാണ്, സമ്മാനമായി കൊണ്ടുവന്നതാണ്. എന്താ ഇത്? ഇതൊരു ആട്ടുംതലയാണ്. ആ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എത്രയോ ദിവസങ്ങളായി പട്ടിണിയില്ല, ഒന്നും തിന്നാനില്ല, എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കൊന്നും കൊടുക്കാനില്ല. ഈ സമയത്ത് അപ്രതീക്ഷിതമായി ഒരാട്ടുംതല ഹദിയായി വന്നപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും അൽഹംദുലില്ലാ, ഇന്നത്തെ രാത്രിയെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ, സന്തോഷമായി. രണ്ടുപേർ സഹബാക്കളിൽപ്പെട്ട പ്രമുഖരുടെ സംഭവമാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ അത് പാകപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെ രണ്ടുപേരുടെയും നല്ല മനസ്സിൽ ഇങ്ങനെ തോന്നി, അല്ല, ഞാനും നീയും ഇത്രയും നേരം നമ്മുടെ പട്ടിണിയുടെ കാര്യത്തിൽ വിഷമിക്കുകയായിരുന്നു, അള്ളാഹു നമ്മളെ സഹായിച്ചു, നമുക്കൊരാട്ടുംതല കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിനി ബാക്കിയെല്ലാം മറക്കാൻ പാടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ, തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മളെപ്പോലെ പട്ടിണി കിടക്കുന്ന കുടുംബം ഇല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ രാത്രിയും കൂടെ നമുക്ക് പട്ടിണി കിടക്കാം, ഈ ആട്ടുംതല അപ്പുറത്തേക്ക് കൊടുക്കുക. നല്ല കാര്യമാണ്. കാരണം ഭർത്താവിൻ്റെ ആ സന്മനസ്സിന് പ്രതികൂലമായി നിൽക്കുന്ന പെണ്ണല്ല, ഭാര്യയല്ല, അവൾ അനുകൂലിക്കുന്ന പെണ്ണ. ശരി, നമുക്ക് അപ്പുറം കൊടുക്കുക. അവർ ആ പാത്രം അങ്ങനെ തന്നെ എടുത്ത് തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അവർക്കും ഭയങ്കര സന്തോഷമായി.
അവരും അത് പാകപ്പെടുത്താൻ പോയപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തയുണ്ടായി. അവർ വിചാരിച്ച അപ്പുറത്തെ ആളല്ലേ എന്നെക്കാട്ടി ആവശ്യക്കാർ. ഉടനെ അതെടുത്തിട്ട് മൂന്നാമത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. മൂന്നാമത്തെ വീട്ടുകാരനും അത് വെച്ചിട്ട് പാകപ്പെടുത്താൻ പോയപ്പോൾ അയാളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത, എല്ലാ സഹാബാക്കളാ, എല്ലാവരും നല്ലവരാ. അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ടായി. അവർ നാലാമത്തെ വീട്ടുകാരനോട്, പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും 4, 5, 6, 7 വീടുകൾ കറങ്ങി. 7 വീടുകൾ കറങ്ങി. 7 വീടുകൾ കറങ്ങിയിട്ട് വീണ്ടും ആ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് വന്നു. അതേതാ വീട്? ആദ്യം ഏത് വീട്ടിൽ നിന്നാണോ കൊടുത്തു വിട്ടത് ആ വീട്ടിലതെത്തി. സഹാബാക്കളുടെ മനസ്സായിരുന്നു. ഇപ്പോൾ നമ്മളൊരു പക്ഷേ അത് പാകപ്പെടുത്തി തിന്ന് എന്നൊരു ഏമ്പക്കം വിട്ട്, അല്ലേ, വിശന്നിരുന്നപ്പോൾ തിന്നതുകൊണ്ട് വയറ്റിന് അസുഖം പിടിച്ച് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി എത്ര മനസന്തോഷം, എത്ര മനസന്തോഷം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നമ്മളറിയാതെ നമ്മളിലേക്ക് തന്നെ മടങ്ങി വരും. ഒരു ഓട്ടോറിക്ഷക്കാരൻ, ഒരു സാധുവായ ഓട്ടോറിക്ഷ, സഹാബാക്കളെക്കുറിച്ചും 7-ാം നൂറ്റാണ്ടിനെക്കുറിച്ചും മാത്രം പറയണമെന്നില്ല, ഒരു ഓട്ടോറിക്ഷക്കാരൻ, അയാൾ ഓട്ടം പോകുന്നതിനിടയിൽ ഒരു സ്ത്രീ വഴിയിൽ കൈ കാണിച്ചു, വെപ്രാളത്തോടു കൂടി. അവൾ പൂർണ്ണ ഗർഭിണിയാണ്, അവൾ വേദന കൊണ്ട് പൊളയാണ്. അവൾ പറഞ്ഞു, ഒന്നെന്നെ ആശുപത്രിയിലേക്ക് ആക്കിയേക്കുമെന്ന്. ആശുപത്രിയിലേക്കാക്കുമെന്ന് ചോദിച്ചിട്ട് അവൾ കയറിയിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂട്ടം ആശുപത്രിയുടെ അടുത്തെത്തി. ഇവൾക്ക് വേദന കൊണ്ട് പൊളയാ. ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര മഴ. ഈ മഴ കൊണ്ടിട്ട് ഇറങ്ങാനും കഴിയുന്നില്ല. ഇറങ്ങണ്ടേ, ഇറങ്ങാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ മഴ കൊണ്ട് ഇറങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ അവൾ ബേജാറായപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു, സഹോദരി, ഇതാ എൻ്റെ കയ്യിൽ ഒരു കുടയുണ്ട്, നീ ഇത് പിടിച്ചിട്ട് പോയി. അവൾ ചോദിച്ചു, ഞാനിതും പിടിച്ചങ്ങ് പോയാൽ അത് തിരിച്ചു കൊണ്ട് തരാൻ എന്നെ കൊണ്ടാവൂല, അങ്ങനത്തെ വേദനയിലാണ്. ഞാനിത് ആരെ ഏൽപ്പിക്കേണ്ടത്? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരെ ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നീ ഇപ്പോൾ എത്രത്തോളം ആവശ്യക്കാരിയായിരുന്നോ, നിന്നെക്കാളും ആവശ്യക്കാരനായ ആരെങ്കിലും ഒരാളെ കണ്ടാൽ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചേ. ചിരിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ പിരിഞ്ഞു. അവൾ മെല്ലെ ആശുപത്രിയുടെ പടിവാതിലെത്തിയപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ അവിടെ ഇങ്ങനെ നിന്ന് വിപരീതയാവുന്നു. വിപരീതി എന്ന് പറയല്ലേ, വിഭ്രാന്തി പൂണ്ടു. അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ നിന്നും ഒരു ലിസ്റ്റ് കൊടുത്തു, മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മഴ ശക്തമായി, ഓടിപ്പോകാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യും, ഉപ്രാളം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ മഴയാണല്ലേ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്നാ ഈ കുട പിടിച്ചോളൂ. അപ്പോൾ അയാൾ കുട വാങ്ങിയിട്ട്, സഹോദരി, ഈ കുട ഞാൻ എങ്ങനെ നിനക്ക് തിരിച്ചു തരാം? ഞാൻ ആരെ ഏൽപ്പിക്കേണ്ടത്? നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങളെപ്പോലത്തെ അത്യാവശ്യക്കാരായി ആരെങ്കിലും കണ്ടാൽ അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അവർക്ക് കൊടുത്തേക്കൂ. അയാൾ അവിടുന്ന് മരുന്നെല്ലാം വാങ്ങിയിട്ട് മഴയൊക്കെ ക്ഷമിച്ച് തിരിച്ചു വരാൻ പോകുമ്പോൾ അത്യാവശ്യക്കാരിയായ ഒരാളെ കണ്ടു. അതാരാ? റോഡിൻ്റെ സൈഡിൽ പൂവിക്കുന്ന പുഷ്പക്കച്ചവടം ചെയ്യുന്ന ഒരു വയസ്സായ സ്ത്രീ. അവൾ ഇരുന്നിങ്ങനെ കച്ചവടം ചെയ്യാണ്. പക്ഷെ മഴ കൊണ്ടൊക്കെ ഇരിക്കാൻ കഴിയുന്നില്ല. അത് കണ്ടപ്പോൾ ഇവ ആവശ്യക്കാരിയാണ്, എൻ്റെ അത്യാവശ്യം കഴിഞ്ഞല്ലോ. ഈ കുട കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരി, ഇതാ കുട പിടിച്ചുകൊണ്ടിരുന്നു വന്നു. അപ്പോൾ ചോദിച്ചു, ഈ കുട ഞാൻ ഇപ്പം പിടിച്ചാൽ ഇതാരെ ഏൽപ്പിക്കേണ്ടത്? നിന്നെക്കാളും അത്യാവശ്യക്കാരിയായ ആരെങ്കിലും കണ്ടാൽ അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അവർക്ക് കൊടുത്തേക്കൂ. അങ്ങനെ പൂക്കാരി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കച്ചവടമൊക്കെ ചെയ്തിട്ട് കച്ചവടം മതിയാക്കിയിട്ട് എടുത്തിട്ട് നടക്കുമ്പോൾ വീട്ടിലേക്ക് എത്തണം. അതിൻ്റെ ഇടയിൽ ഈ കുട ആർക്കെങ്കിലും കൊടുക്കണ്ടേ എന്നിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു. മഴയുടെ കടുപ്പം കൊണ്ട് ഓക്കെ ഇറങ്ങി നടന്നു പോകാൻ പറ്റാതെ വിഷമിക്കുകയാണ്. ഈ പെൺകുട്ടി അരികിൽ വിളിച്ചിട്ട് ഈ അമ്മ ചോദിച്ചു, മോളെ, മഴയായിട്ട് പോകാൻ കഴിയുന്നില്ലല്ലേ, കുട വേണോ? ഇതാ ഈ കുട പിടിച്ചു. ഈ കുട ചേച്ചി എനിക്ക് തന്നാൽ ഞാനിത് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? അത് കുഴപ്പമൊന്നുമില്ല, നീ പോകുന്ന വഴിയിൽ നിന്നെ പോലത്തെ ഒരു അത്യാവശ്യക്കാരനെ കണ്ടാൽ ആ കുട കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. കുട കൊടുത്തേക്കൂ. അങ്ങനെ അവൾ ആ കുടയും പിടിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് ഒരു ചെറിയ കുടിലിൻ്റെ മുമ്പിൽ അല്പം വയസ്സുള്ള ഒരു സാധുവായ മനുഷ്യൻ പുറത്തുനിന്ന് ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നു. എന്താ വെപ്രാളം? അല്ലോ, സ്കൂള് വിട്ട് സമയം കുറേയായി, കടുപ്പപ്പെട്ട മഴ കാരണം എൻ്റെ മോൾ ഇതുവരെ എത്തിയില്ല, അവൾക്ക് കുടയുമില്ല, കയറി വരാൻ ബസ്സില്ല, ഓട്ടോ ഇല്ല, ഒന്നുമില്ല. എൻ്റെ മോൾ എങ്ങനെ വരാ? വെപ്രാളത്തോടു കൂടി ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്നുണ്ട് ആ പെൺകുട്ടി കുടയും ചൂടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നു. വന്നിട്ട് മുന്നിൽ കണ്ട അച്ഛൻ്റെ വെപ്രാളത്തിൻ്റെ ഇടയിൽ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, മഴ നനയണ്ട, എന്നാ ഈ കുട പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ കുട വാങ്ങിച്ചു നോക്കിയപ്പോൾ നേരത്തെ എൻ്റെ ഓട്ടോയിൽ ഗർഭപാത്രത്തിൻ്റെ വേദനയുമായിട്ട് ഞാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കുന്ന വേളയിൽ ആ പെൺകുട്ടിക്ക് ഞാൻ കൊടുത്ത കുടയാണ് എൻ്റെ മകളാകുന്ന പെൺകുട്ടിയുടെ കൈകളിലൂടെ ഇന്ന് എനിക്ക് തിരിച്ചു തന്നിരിക്കുക. ഇതാണ് പടച്ചവൻ. സഹാബാക്കളുടെ കാലത്ത് ഒരു വീട്ടിൽ നിന്നും ഒരു വീട്ടിലേക്ക് ആട്ടിൻതല കറങ്ങി
7ാമത്തെ വീടും കഴിഞ്ഞ് ആദ്യത്തെ വീട്ടിലേക്ക് മടങ്ങി വന്നു എന്ന് പറയുമ്പം അതൊരു അത്ഭുതമായിട്ട് നമ്മളാരും കണക്കാക്കണ്ട. ഇന്ന് കണ്ണൂരുകാരായ കേരളക്കാരായ മുസ്ലിമീങ്ങളായ സഹോദരി സഹോദരന്മാർ നമുക്ക് പടച്ചവൻ തന്ന സമ്പത്ത്, നമുക്ക് പടച്ചവൻ തന്ന ആഫിയത്ത്, നമുക്ക് പടച്ചവൻ തന്ന ആരോഗ്യം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ മാത്രം ആശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ആഖിറത്തിൽ കൂലി കിട്ടും എന്ന് മാത്രമല്ല, ഇവിടെ തന്നെ പടച്ചവൻ അതെല്ലാം നമുക്ക് തിരിച്ചു തരും. ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ട, ഒരു സംശയം വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, സംസ്കരിക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പം നമ്മൾ ചെയ്യേണ്ടത് സത്യത്തിൽ സദഖ കൊടുക്കണം, മുസല്ല വിരിച്ച് നിസ്കരിക്കണം, നമ്മളെപ്പോലെ പ്രയാസപ്പെടുന്ന വേറെ ഏതെങ്കിലും ആളുകളെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മുടെ പാപകർമ്മങ്ങളുടെ പേരിലാണോ ഈ പരീക്ഷണം എന്ന പശ്ചാത്താപത്തോടു കൂടി ഇസ്തിഗ്ഫാർ പറയണം. നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, ആഖിറത്തിൽ നമുക്കത് വലിയ കൂലിയായി മാറുകയും ചെയ്യും.